മാത്സ്യൂഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ വരാറുള്ള ഡിക്ഷണറിയിലെ വേർഡ്സിൻ്റെ ഓർഡർ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് എക്സാമ്പിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സിനെ കുറിച്ച് നല്ല ധാരണ ഇതിന് ഉണ്ടായിരിക്കണം. നമുക്ക് സമയം കളയാതെ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഡിക്ഷണറിയിൽ വേർഡ്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കേണ്ടോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ മുതൽ ഇസഡ് വരെയുള്ള ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സിന് കൃത്യമായിട്ടുള്ള ഓർഡർ മനസ്സിലായിരിക്കണം. എ കഴിഞ്ഞിട്ട് ബി വരുന്നു, ബി കഴിഞ്ഞിട്ട് സി വരുന്നു, ഈ പി കഴിഞ്ഞിട്ട് ക്യൂ വരുന്നു എന്നുള്ള തരത്തിൽ എല്ലാ ആൽഫാബെറ്റ്സും എല്ലാ അക്ഷരമാലയുടെയും ക്രമം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത് എന്തുപോലെ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പോവുക. സീറ്റിംഗ്, സീസൺ, സെൻസിബിൾ, സീൽ. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിൻ്റെയും തുടക്കം ഒരേപോലെ ആണ് എങ്കിൽ നമ്മൾക്കതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എസ് എല്ലാത്തിലുണ്ട്. പിന്നെ ഈ നോക്കുക, ഈ ഇതിലുണ്ട്, 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 ഇതിലുണ്ട്. അപ്പോൾ എസ് ഇ വരെ ഇതിൽ കഴിഞ്ഞു. ഇനി നോക്കാം, എസ് ഇ എല്ലാത്തിലുണ്ട്, എസ് ഇ. അപ്പോൾ അതിനെ നമ്മൾ ഇനി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നതിൽ എ ഇവിടെയുണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എൻ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇതിലിപ്പോൾ ലാസ്റ്റ് നമ്പറാണ് ചോദിച്ചിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ ആൻസർ ആയി കഴിഞ്ഞു. ഇതിൻ്റെ ആൻസർ കിട്ടി. ലാസ്റ്റ് വേർഡ് അവസാനം വരുന്ന വാക്ക് ഏതാണ് ചോദ്യമെങ്കിൽ ഉത്തരമായി കഴിഞ്ഞു. ഇതാണ് കാരണം. എന്താ? ഇതിലും ഇതും ഇതും ഇതിലും നമുക്ക് എന്തുണ്ട്? എ ഉണ്ട്. കാണുന്നില്ലേ? ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? എ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ മൂന്നെണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരിക. അപ്പോൾ ലാസ്റ്റ് വേർഡ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആൻസറായി. ഇനി അല്ലാത്ത പക്ഷം ഈ ഒന്നാമത്തേത് ഏത്, രണ്ടാമത്തേത് ഏത് എന്ന രീതിയിൽ കണ്ടുപിടിക്കേണ്ട രീതിയാണ് ഞാൻ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എസ് ഇ എ ഉണ്ട്, എസ് ഇ എ ഉണ്ട്, എസ് ഇ എ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ വരെ. അത് ഇനി എന്നെ അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തായി? ലാസ്റ്റായി. ഇപ്പോൾ നമുക്ക് നാല് വേർഡ്സ് ഉണ്ടായതുകൊണ്ട് ഇത് നാലാമത്തേതെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്കൂ, എ ഉണ്ട്. അടുത്ത ലെറ്റർ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ടി ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? എൽ ഉണ്ട്. ഇപ്പോൾ ടി ഉണ്ട്, എസ് ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എല് എസ് ടി എന്നാണ് അല്ലേ? എല് ഇവിടെയുണ്ട്, എസ് ഇവിടെയുണ്ട്, ടി ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ വരുന്നത് ആദ്യം വരുന്നത് ഏതാണ്? ഇതാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെഴുതാം? ഒന്നാമത്തേതായിട്ട് നമുക്ക് ഇതെഴുതാം. ഐഡിയ മനസ്സിലായല്ലോ? എസ് ഇ എ എല്ലാത്തിലും ഉണ്ട്. ഈ മൂന്നെണ്ണത്തിലും എസ് ഇ എ ഉണ്ട്. അതിൽ ആദ്യം വരുന്നത് ഏത്? എൽ. അപ്പോൾ ഒന്നാമത്തതും കിട്ടി, നമുക്ക് നാലാമത്തതും കിട്ടി. ഇനി എന്താണ് നോക്കേണ്ടത്? നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ ബാക്കിയുള്ളതാരാ? ഈ സീറ്റിങ്ങും സീസണും. ഇവിടെ നമ്മൾ ടി വരെ നമ്മൾ വന്നു കഴിഞ്ഞു. ഇനി നോക്ക്, അപ്പോൾ ടി ഉണ്ട് ഇവിടെ, എസ് ഉണ്ട് ഇവിടെ. ഈ ടിയും എസ്സും വരുന്നതിൽ ആദ്യം ആരാണ് വരിക? എസ് ആണ് വരിക. എസ് കഴിഞ്ഞിട്ടാണല്ലോ ടി വരുന്നത്. അപ്പോൾ എസ് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് എത്രാമത്തെ വരും? രണ്ടാമത്തത് ഇവിടെ വരും. ഇത് എത്രാമത്തത്? മൂന്നാമത്തത് വരും. നാലാമത്തത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നാലും നമ്മൾക്കിവിടെ ആൻസറായി കഴിഞ്ഞു. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എക്സാമ്പിൾ ഉണ്ടപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഇവിടെ നോക്കുക, ഇവിടെ ടി ഉണ്ട്, ടി ഉണ്ട്, ടി ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ടീൻ്റെ കാര്യം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നോക്കുക, എ ഉണ്ട്, എ ഉണ്ട്, എ ഉണ്ട്, ആറാണ് ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഈ എ വരുന്നതാണ് തുടക്കത്തിൽ വരേണ്ടത്. പക്ഷേ ഇവിടെ ആറുണ്ട്. അപ്പോൾ ഇത് എത്രാമത്തെ ആയിരിക്കും? ലാസ്റ്റ് ലെറ്ററാണ് ഇത് വരിക. അപ്പോൾ നാലാമത്തെ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ നോക്കേണ്ടത് എന്താ? എ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ നോക്കേണ്ടത് എസ് ഉണ്ട്, എസ് ഉണ്ട്, പിന്നെ ഇവിടെയുള്ളത് ബി ആണ്. എസ് എസ് ബി ആണ്. നോക്കൂ, എസ് എസ് ബി ആണ് വരുന്നത്. അപ്പോൾ എസ് എസ് ബിയിൽ ഫസ്റ്റിൽ വരുന്ന ആരായിരിക്കും? ബി ആണ് വരിക. അപ്പോൾ ഇത് എത്രാമത്തേതായിരിക്കും? ഫസ്റ്റിൽ വരുന്ന ഒന്നാമത്തേതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അപ്പോൾ എസ് നമ്മളിത് കഴിഞ്ഞു. പിന്നെ വരുന്നത് കെ ആണ്, ടി ആണ്. കെയും ടിയും വരുന്നതിൽ നമുക്കറിയാം കെ കഴിഞ്ഞിട്ടാണ് ടി വരിക. അപ്പോൾ രണ്ടാമത്തേത് ആര് വരും? കെ വരുന്നത് വരും. പിന്നെ ലാസ്റ്റ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുണ്ട്, രണ്ടുണ്ട്, ലാസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തത് വരും. അപ്പോൾ ഈസി ആയിട്ട് സമയത്തിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് നോക്കേണ്ടത്. ഇ ഉണ്ട്, ഇ ഉണ്ട്, ഇ ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ ഈനെ നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, എല്ലാത്തിലും ഇ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ എ ഉണ്ട്, വി ഉണ്ട്, വി ഉണ്ട്,
എൽ ഉണ്ട്. അപ്പോൾ ഏതാണ് ആദ്യം വരിക? എ ഉണ്ട്, വി ഉണ്ട്, വി ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് എ ആണ്. നോക്കൂ, വി ഉണ്ട്, വി ഉണ്ട്, എൽ ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് എ തന്നെ ആയിരിക്കും. പിന്നെ വരുന്നത് നോക്കുക, വി ഉണ്ട്, വി ഉണ്ട്, പിന്നെന്താണ് വരുന്നത്? വി ഉണ്ട്, വി ഉണ്ട്, എൽ ഉണ്ട്. വി വി എൽ നോക്കുമ്പോൾ ആരാണ് വരിക? എല്ലാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത്, ഇപ്പോൾ ഒന്നാമത് കിട്ടിയത് ഇത് കിട്ടി. എ വന്നതുകൊണ്ടാണ് ഒന്നാമത്തെ കിട്ടിയത് കേട്ടോ, കിട്ടിയത്. പിന്നെ രണ്ടാമത്തത് നോക്കേണ്ടത് ഈ മൂന്നെണ്ണത്തിലാണ് രണ്ടാമത്തത് നോക്കേണ്ടത്. ഈ മൂന്നെണ്ണത്തിൽ നോക്കുമ്പോൾ വി ഉണ്ട്, വി ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ ഏതാണ് വരിക? ഇത് രണ്ടാമത്തെ വരും, കാരണം എൽ കഴിച്ചിട്ടാണ് വി വരുന്നത്. ഇനി ഈ വിൻ്റെ രണ്ടെണ്ണം ഉള്ളതിൽ ആരെ മനസ്സിലാവും? ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. ഇയും ഐയും വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ വരുന്നത് ആരായിരിക്കും? ഇ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇ നമുക്ക് ഇവിടെ എത്രാമത്തെ കിട്ടും? മൂന്നാമത്തത് നമുക്ക് ഇനെ കിട്ടും. ലാസ്റ്റിൽ അപ്പോൾ ആര് വരും? ഇത് ലാസ്റ്റിലെത്തത് വരും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കി ഇവിടെ നോക്കുക, ഡബ്ല്യു എച്ച്, ഡബ്ല്യു എച്ച്, ഡബ്ല്യു എച്ച്, ഡബ്ല്യു ഒ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഡബ്ല്യു 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 ഉണ്ട്. ഓക്കെ, അത് കറക്റ്റായി. പിന്നെ ഇവിടെ എച്ച് ഉണ്ട്, നോക്കൂ, എച്ച് ഉണ്ട്, എച്ച് ഉണ്ട്, എച്ച് ഉണ്ട്, ഓ ഉണ്ട്. അപ്പോൾ എച്ച് എച്ച് മൂന്നെണ്ണത്തിൽ എച്ച് ഉണ്ട്, പിന്നെ ഇവിടെ ഓ ഉള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റിലത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ലാസ്റ്റ് എഴുതാം, കാരണം മൂന്നെണ്ണത്തിൽ എച്ച് ഉണ്ടല്ലോ. ഇനി ഇവരിൽ മൂന്നാളിലാണ് 1, 2, 3 വരുന്നുണ്ട് അവർ. അപ്പോൾ അത് നമുക്ക് അടുത്ത നമ്പർ നോക്കിയിട്ടാണ് മനസ്സിലാവുക. നോക്ക്, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. അപ്പോൾ 3 സ്ഥലത്തും ഐ ഉണ്ട്. അപ്പോൾ ഐയിൽ നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പിന്നെ അടുത്ത് നോക്കുക, എസ് ഉണ്ട്, ടി ഉണ്ട്, എൽ ഉണ്ട്. എസ് നോക്ക്, എസ് ടി എൽ. എസ് ടി എല്ലിൽ ആദ്യം വരുന്ന ആരായിരിക്കും? എല്ലാണ് വരിക. അപ്പോൾ എല്ല് വരുന്നതാണ് അതിൽ ഈ മൂന്നെണ്ണത്തിൽ ഒന്നാമത് വരുന്നത്. ഫസ്റ്റിൽ വരുന്നത് ഒന്നാമത്തെ, ഇത് നാലാമത്തത് പോയല്ലോ, ഇത് ഒന്നാമത്തത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? പിന്നെ വരുന്നത് നോക്ക്, എസ് ഉണ്ട്, ടി ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ എസ് ആണ് പിന്നീട് മുമ്പിൽ വരുന്നത് അല്ലേ? എസ് ടി എന്നല്ലേ പറയാം നമ്മൾ. എസ് കഴിഞ്ഞിട്ടാണ് ടി വരിക. അപ്പോൾ ഇതാണ് എസ് വരുന്നതാണ് എന്ത് വരുന്നത്? രണ്ടാമത്തത് വരുന്നത്. ഇവിടെ ഒന്നാമത്തെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് എത്രാമത്തെ ആയിരിക്കും? മൂന്നാമത്തെ ആയിരിക്കും. കാരണം എന്താ? നാലാമത്തെ നമ്മൾ നേരത്തെ എഴുതി വെച്ചതുകൊണ്ട് ഇത് മൂന്നാമത്തതാണ് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, പിന്നെ നോക്ക്, സയൻസ്, ഇത് നോക്കിയാൽ ഓക്കെ, സ്കൂള്, സീനറി, സ്കോൾഡിങ്. നോക്ക്, ഇവിടെ എന്തെല്ലാം മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് ആദ്യത്തെ 2 അക്ഷരം കാണുന്നുണ്ടല്ലോ, എസ് സി കാണുന്നുണ്ട്. 2 എണ്ണത്തിൽ എസ് സി ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു. പിന്നീടാണ് നോക്കേണ്ടത്. ഇവിടെ ഐ ഉണ്ട്, മൂന്നാമത്തിൽ ഐ ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, ഒ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം, ഐ എച്ച് ഇ ഒ. ഇതിൽ ആദ്യം ആരാണ് വരിക നോക്കിയാൽ? ഇ ആണ് ഫസ്റ്റിൽ വരിക. ഇ കഴിഞ്ഞിട്ടല്ലേ ബാക്കി എല്ലാ നമ്പറും വരുന്നുള്ളൂ. അപ്പോൾ ഇ ആണ് ആദ്യം വരിക. അപ്പോൾ ഇ വരുന്നത് എവിടെയാണ് വരിക? ഇതാണ് ഇ വരുന്നത്. അപ്പോൾ ഇ വരുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്? ഒന്നാമത്തതായിട്ട് വരുന്നത് ഏതാണ്? ഇ ആണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇതാ, ഇതെല്ലാം എസ് സി, എസ് സി, എസ് സി, ഇ സി, ഇ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓ ഉണ്ട്. ഈ ഓ കണ്ടുകൊണ്ട് തന്നെ ഇത് നാലാമത്തെ നമുക്ക് എഴുതാം. അതാണ് നിൽക്കട്ടെ, നാലാമത്തെ വേണമെങ്കിൽ എഴുതാം. കാരണം എന്താ? ഇത് നാലാമത്തതായിരിക്കുമല്ലോ, കാരണം എസ് സി കഴിഞ്ഞിട്ട് ഓ ലാസ്റ്റല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇനി അടുത്ത നമ്പർ നോക്കാം. ഇത് ഒന്നാമത്തത് ആയി നമുക്ക്. പിന്നെന്താ വേണ്ടത് നമുക്ക്? അടുത്തത് ഈ ഒന്നാമത്തത് ആയി കഴിയുമ്പോൾ പിന്നെ അടുത്ത ലെറ്റർ ഇ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെറ്റർ ഏതാ വരുന്നത്? ഐ ആണ്. ഇ ജി എഫ് ജി എച്ച്, എച്ച് ആണ് വരുന്നത്. എച്ച് എവിടെ നോക്കിയാൽ ഇവിടെയുണ്ട് എച്ച്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് രണ്ടാമത്തതായിരിക്കും. പിന്നെ വരുന്നത് ആരാണ്? ഐ ആണ് വരുന്നത്. ഐ വരുന്നത് നമുക്ക് എവിടെയുണ്ട്? ഇവിടെ മൂന്നാമത്തെ, ഇവിടെ മൂന്നാമത്തതുണ്ട്. അപ്പോൾ എന്തായി മാറി? ഇവർ മൂന്നാളായി മാറിയ പിന്നെ ഓട്ടോമാറ്റിക്കലി ആരായി മാറി? നാലാമത്തെ നമുക്ക് ഇവിടെ കിട്ടാൻ കഴിഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ 3 എണ്ണം കിട്ടേണ്ട കാരണം? മൂന്നാമത്തെ ലെറ്ററിൽ 3 എണ്ണത്തിലും ഡിഫറൻ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒറ്റയടിക്ക് ഇത് എഴുതാൻ കഴിഞ്ഞത്, ഈ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഡിക്ഷണറിയിലെ വേർഡ്സിൻ്റെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കണ്ടുപിടിക്കുമ്പോൾ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ ലെറ്റേഴ്സും
ക്രമത്തിൽ കൃത്യമായിട്ട് മനസ്സിൽ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പിടിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിലാണ് നമ്മൾ ഓർഡർ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഇവിടെ ഇപ്പോഴും എല്ലാ ഓർഡറും നമ്മൾ കണ്ടുപിടിച്ചു, പക്ഷേ പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതിൽ പലപ്പോഴും ഉണ്ടാവുന്നത് എല്ലാം കണ്ടുപിടിക്കാൻ ഉണ്ടാവണമെന്നില്ല. ലാസ്റ്റ് ലെറ്റർ ഏതാണ് വരിക, സെക്കൻഡ് ലെറ്റർ ഏതാണ് വരിക, സെക്കൻഡ് വേർഡ്, ലാസ്റ്റ് വേർഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓർഡർ കൂടെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു ചോദ്യത്തെ ഏത് രീതിയിലാണ് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ധാരാളം ഉദാഹരണങ്ങൾ ചെയ്ത് പരിശീലിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. ബൈ.